ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലോഷർ എന്താന്ന് പറഞ്ഞിരുന്നു. ഒരു സെറ്റിന്റെ ക്ലോഷർ എന്ന് പറയുമ്പോൾ ആ സെറ്റും ആ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റും കൂടിയുള്ള കളക്ഷൻ ആണ്. അപ്പോൾ എൽ എന്ന് പറയുന്ന സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റിന്റെ സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ എൽ ആയിരിക്കും അതിന്റെ ക്ലോഷർ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ബാർ എന്നായിരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു തിയറത്തിലേക്ക് പോകാം. ഫോർ എനി എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആർ, the closure A bar is a closed set and is the smallest closed set containing A. Closure A bar എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെന്നും ദെൻ അതാണ് എയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്ലോഷർ എന്താണെന്നറിയാം. ദെൻ ക്ലോസ്ഡ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സെറ്റ് അതിൻ്റെ ലിമിറ്റ് പോയിന്റും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. എൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ് ഓഫ് എ ആണ്. ദെൻ എ ബാർ എന്ന് പറയുന്നത് എ യൂണിയൻ എൽ ആണ്. സോ ആ എ ബാറിനകത്ത് ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഉണ്ട്. സോ എ ഈസ് ക്ലോസ്ഡ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണ്ട. അപ്പോൾ എ ബാർ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈസ് എ ബാർ ഇസ് എ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. എയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റ് എ ആണെന്ന്, എ ബാർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ വേറൊരു സെറ്റ് എടുക്കുന്നു, ആ സെറ്റുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എ ബാർ ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. അപ്പം എ എന്ന് പറയുന്നത് എ ബാറിലുണ്ട്. അപ്പോൾ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ബാർ. Then we have to show A bar is the smallest closed set containing A. We assume that if F is any other closed set containing A. F എന്ന് പറയുന്നത് വേറൊരു സെറ്റിനെ എടുത്തു, അതും ഒരു ക്ലോസ്ഡ് സെറ്റാണ്. അപ്പം അത് എയെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പം എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആർ ആണ്. ദെൻ ഇംപ്ലൈസ് എ ബാർ ഈസ് ഓൾസോ കണ്ടെയ്ൻഡ് ഇൻ എഫ്. Sorry, R അല്ല, F. A is contained in F implies A bar is also contained in F. Then F എന്ന് പറയുന്നത് ക്ലോസ് സെറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം എഫ് ബാർ ഈക്വൽ ടു എഫ് ഒക്കെയാണ്. സോ എ ബാർ ഈസ് എന്താണെങ്കിലും എഫിലുണ്ട്. സോ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കുന്നതാണ്. സോ എ ബാർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്സ് ആണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എയിൽ ഇല്ലാത്ത എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് എ കോംപ്ലിമെന്റ്. നമ്മുടെ ഇവിടെ റിയൽ ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് നോട്ട് ബിലോങ്സ് ടു എ. The next theorem, a set O is open if and only if O complement is closed. Likewise, a set F is closed if and only if F complement is open. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഒരെണ്ണം നമുക്ക് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ സെറ്റ് O is open if and only if O complement is closed. തിരിച്ചും അതുപോലെ തന്നെ. O ഓപ്പൺ ആണെങ്കിൽ O complement ക്ലോസ്ഡ് ആണ്. O complement ക്ലോസ്ഡ് ആണെങ്കിൽ O is ഓപ്പൺ ആണ്. അപ്പം നമുക്കറിയാം ഓപ്പൺ എന്ന് പറഞ്ഞാൽ സെറ്റ് എന്താണെന്നറിയാം, ക്ലോസ് എന്ന് പറഞ്ഞാൽ സെറ്റ് എന്താണെന്നറിയാം. അപ്പം ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ O ഓപ്പൺ ആവണമെങ്കിൽ ഓയിലെ ഏത് എലമെന്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. ദെൻ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റും എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ആയിരിക്കണം അത്. ഓക്കെ, അപ്പം ഗിവൺ ആൻ ഓപ്പൺ സെറ്റ് O is contained in R. അപ്പോൾ നമ്മൾ O എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആണ് എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് O complement is a closed set. Okay, let's first prove that O complement is a closed set. To prove O complement is closed, we need to show that it contains all its limit point. O complement closed ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം O complementൽ അതിലെല്ലാ ലിമിറ്റ് പോയിന്റും ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു ലിമിറ്റ് പോയിന്റ് എടുക്കുകയാണ്. ഇഫ് എക്സ് ഇസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് O complement, then every
neighborhood of x contains some points of O complement. Okay, അപ്പോൾ x എന്ന് പറയുന്നത് O കോംപ്ലിമെന്റിന്റെ ഒരു നൈബർഹുഡ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം എക്സിന്റെ ഏത് നൈബർഹുഡ് എടുത്താലും എക്സിനെ കൂടാതെ സം പോയിന്റ്സ് ഓഫ് O കോംപ്ലിമെന്റ് ഉണ്ടാവും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എന്ന് പറയുന്ന ആള് ഓപ്പൺ സെറ്റ് ഓയിൽ ഇല്ല എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഓപ്പൺ സെറ്റിൽ എക്സ് ഉണ്ടെങ്കിൽ, അതായത് ഓപ്പൺ സെറ്റ് ഓയിൽ എക്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നൈബർഹുഡ് എക്സിസ്റ്റ് ചെയ്യും, വി എപ്സിലോൺ ഓഫ് എക്സ്, ദാറ്റ് വൺ ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ O. ഓക്കെ, അപ്പോൾ നമുക്കറിയാം x is the limit point of O complement, then every neighborhood of x contains some points of O complement other than x. എന്നാൽ എക്സ് ഓയിൽ വരികയാണെങ്കിൽ നമുക്ക് ഓയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഓപ്പൺ സെറ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു ഓപ്പൺ ഇന്റർവൽ വി എപ്സിലോൺ ഓഫ് എക്സ് നമുക്ക് ഓയിൽ മാത്രമായിട്ട് കണ്ടെത്താൻ പറ്റും. അതായത് O കോംപ്ലിമെന്റിലെ എലമെന്റ്സ് ഒന്നും വി എപ്സിലോൺ ഓഫ് എക്സിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എക്സ് O കോംപ്ലിമെന്റിന്റെ ലിമിറ്റ് പോയിന്റ് ആവത്തില്ല. അതായത് എക്സ് ഓയിൽ വന്നാൽ ഇങ്ങനെ ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യും, അതായത് വി എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇന്റർവൽ എക്സിസ്റ്റ് ചെയ്യും, ദാറ്റ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഓയും ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ വരും. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു O, ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു O കോംപ്ലിമെന്റ്. അതായത് O കോംപ്ലിമെന്റിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് O കോംപ്ലിമെന്റിൽ തന്നെ ഉണ്ടാകും. ദാറ്റ് ഈസ് O കോംപ്ലിമെന്റ് ഈസ് closed. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് assume O complement is closed, then we have to prove O is open. Given an arbitrary point x belongs to O, we must produce an epsilon neighborhood V epsilon of x, that one is contained in O. അപ്പം നമുക്ക് O കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് O എന്നാണ്, O ഈസ് ഓപ്പൺ എന്നാണ്. അപ്പോൾ എനിക്ക് കാണിക്കേണ്ടത് ഒരു ആർബിട്രറി പോയിന്റ് എക്സിനെ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു എപ്സിലോൺ നൈബർഹുഡ് ഇപ്പോഴും ഓയിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ O കോംപ്ലിമെന്റ് ഇവിടെ O കോംപ്ലിമെന്റ് ഈസ് ക്ലോസ്ഡ്, then we can show that x is not a limit point of O complement. Okay, then by definition this implies that there is some neighborhood V epsilon of x that does not intersect the set O complement. Okay, അപ്പോൾ നമുക്കറിയാം O complement എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പം ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഞാൻ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ആ എക്സിന്റെ ഒരു നൈബർഹുഡ് ഞാൻ വി എപ്സിലോൺ ഓഫ് എക്സ് എടുത്തു കഴിയുമ്പോൾ അത് O കോംപ്ലിമെന്റുമായിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം എക്സ് ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് O കോംപ്ലിമെന്റ്. എക്സ് എന്ന് പറയുന്നത് O കോംപ്ലിമെന്റിന്റെ ലിമിറ്റ് പോയിന്റ് അല്ല. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്ന ആ പോയിന്റിന്റെ ഒരു ഓപ്പൺ നൈബർഹുഡ് അല്ലെങ്കിൽ നൈബർഹുഡ് ഫുൾ ആയിട്ട് ഓയിൽ തന്നെ ഉണ്ട്. But this means V epsilon of x is contained in O. അപ്പം x എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റിനെ ഞാൻ ഓയിൽ എടുത്തു, ദെൻ അതിന്റെ ഒരു എപ്സിലോൺ നൈബർഹുഡിനെ എനിക്ക് ഓയിൽ തന്നെ കണ്ടെത്താൻ പറ്റി. സോ O ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ നമുക്ക് O കോംപ്ലിമെന്റ് ഈസ് ക്ലോസ്ഡ് ആവുമ്പോൾ O ഓപ്പൺ ആണെന്നും ഫസ്റ്റിൽ നമ്മൾ O ഓപ്പൺ ആവുമ്പോൾ O കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. Likewise the set F is closed if and only if F complement is open. നമുക്കറിയാം, പണ്ട് നമുക്കറിയാം A complement the whole complement equal to A ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കോംപ്ലിമെന്റ് എടുത്താൽ മതിയാവും. ഓയ്ക്ക് പകരം ഇവിടെ O കോംപ്ലിമെന്റ് എടുക്കുക, ദെൻ ഇവിടെ O കോംപ്ലിമെന്റിന് പകരം F കോംപ്ലിമെന്റ് ഒക്കെ തിരിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ F ക്ലോസ്ഡ്, ഇവിടെ നിങ്ങൾ ഈ Fന് പകരം O കോംപ്ലിമെന്റ് ആണെന്ന് വിചാരിക്കാം. Then ഈ F കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം O കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. O കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് O ആണ്, ദാറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ.